ഇപ്പോൾ ജോസ് കെ മാണി നിങ്ങൾക്കൊപ്പമുള്ള കക്ഷിയുടെ നേതാവാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ ഈ അലക്സ് ഒഴികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. അതിൽ അനുകൂലമായ മറുപടി ലഭിക്കുന്നു എന്ന് പറയുമ്പോഴും എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് വനം മന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോഴത്തേത് അനാവശ്യ വിവാദമാണ്, കഴമ്പുണ്ടെങ്കിൽ ചർച്ചയാകാമെന്നതാണ്? ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ഇവർ പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് വനം മന്ത്രിക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ആദ്യമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അലക്സ് പറഞ്ഞതിനോട് 100% യോജിച്ചുകൊണ്ടാണ് ഈ ചർച്ച ഞാൻ പങ്കെടുക്കുന്നത്. വനമന്ത്രി രാഘവേന്ദ്രയുടെ രാവിലത്തെ പത്രസമ്മേളനം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. വനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന 1-2 വാക്കുകൾ അദ്ദേഹത്തിന്റെ അപക്വതയാണോ അങ്ങനെ പറയാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള സംശയവും. പ്രത്യേകിച്ച് സഭാ നേതാക്കന്മാരും കർഷകരും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെല്ലാം പറയുന്നത് തന്നെ അപക്വമാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സഭാ നേതാക്കന്മാർ പറയുന്ന അപക്വമാണ്, അങ്ങനെ പ്രതികരിക്കരുത് എന്നൊക്കെ പറഞ്ഞത് വളരെ മോശമായിപ്പോയി. കാരണം അവർ സംസാരിക്കുന്നത് അവർക്ക് അരമനയ്ക്ക് വേണ്ടിയിട്ടല്ല, നാട്ടിലെ കർഷകർക്കും ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഞാനിത് പറയാൻ നിർബന്ധിതനായ, കാരണം അങ്ങനെയൊന്നും ഒരു മന്ത്രി പറയാൻ പാടില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ എന്താ പറയുക നീചമായ വകുപ്പുകൾ എന്ന് പറയുന്നത് 1961 വനനിയമ ഭേദഗതിയിൽ കൊടുത്തിരിക്കുന്നത് പോലീസിന്റെ അധികാരം വനംവകുപ്പിന് കൊടുക്കണം എന്നുള്ളതാണ്. എന്തൊരു അതിക്രമമാണിത്! പോലീസിന്റെ ഭരണാധികാരത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഫോറസ്റ്റുകാർക്ക് അധികാരം കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മള് നേടിയെടുത്ത ജനാധിപത്യത്തിനും മനുഷ്യാവകാശത്തിനും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവന്ന് അത് പാസാക്കിയെടുക്കാനുള്ള തീരുമാനത്തിലേക്കായിരുന്നല്ലോ സർക്കാർ പോയത്. അല്ല, സർക്കാരിന് ഞാൻ പറഞ്ഞില്ല, വനംവകുപ്പിലെ ചില DFOമാര് വനംവകുപ്പ് ഒരു സ്വതന്ത്ര രാജ്യമാണെന്നും അവിടെ പ്രവേശിക്കാതെ നോക്കാനോ പാടില്ല എന്നുള്ള അവരുടെ തിട്ടൂരം അവർക്ക് വിലസാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് വനംവകുപ്പ് എന്ന് പറയുന്നത്. 100 കണക്കിന് ആൾക്കാരെ വന്യമൃഗങ്ങൾ ചവിട്ടിക്കൊന്നാലും അവർക്കൊരു പ്രശ്നമല്ലത്. 10 ലക്ഷം രൂപ മന്ത്രിസഭ പരിശോധിച്ചതല്ലേ ഈ കരട്, ശ്രീ റെജി ലൂക്കോസ്? അല്ലത് ഞാനത് പറഞ്ഞുകൂട്ടാ. മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോ വനംവകുപ്പ് മന്ത്രി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം ഉണ്ടാകുന്ന നടപടികൾ മാത്രമേ ഉള്ളൂ. ഈ കരട് പ്രസിദ്ധീകരിക്കുകയാണല്ലോ ചെയ്തത് സർക്കാർ. അല്ലെ, അതുകൊണ്ടാണല്ലോ ഞാൻ അതിനെതിരെ ഇപ്പൊ ഈ ചർച്ചയിൽ ഒരു CPM പ്രവർത്തനമായിട്ട് ഒരു സംസാരിക്കുന്നത്. ഇതിപ്പം ജോസ് കെ മാണിയുടെ ആയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ ശുഭാതർക്കമാണ്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇതിനുവേണ്ടി ശക്തമായ രംഗത്ത് വന്നത് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. മാത്രമല്ല, പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സഹിതം ഇടുക്കി ജില്ലയിലെ പാർട്ടി ഘടകവും ഇടുക്കി ജില്ലയിലെ കർഷക സംഘവും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ശ്രീ റെജി ലൂക്കോസ്, ഈ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ വന്യമൃഗ ആക്രമണം, കാട്ടാനയുടെ ആക്രമണം ഒക്കെ ഓരോ ദിവസവും നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. മരണങ്ങൾ കഴിഞ്ഞ ദിവസം പോലും കുട്ടമ്പുഴയിലൊക്കെ നമ്മൾ എന്താണ് കണ്ടതെന്ന് അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ഇത്തരം ആക്രമണങ്ങളൊക്കെ നടക്കുന്ന ഇടത്ത് ഫെൻസിങ് ഉൾപ്പെടെ, അതുപോലെ ട്രെഞ്ചിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്, നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന് മറുപടി. അതുകൊണ്ടാണല്ലോ വഴിവിളക്ക് പോലും ഇല്ലാത്ത കുട്ടമ്പുഴയിലെ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതൊന്നും ചെയ്യാതെ ഇവിടെ ഈ തരത്തിലേക്കൊരു ഭേദഗതിയുമായി സർക്കാർ വരുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, തീർച്ചയായിട്ടും പിൻവലിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. വനം മന്ത്രി പിന്നെ കുറച്ചുകൂടെ ഉദ്യോഗസ്ഥന്മാര് പറയുന്നത് കേൾക്കാണ്ട് ജനങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം. ജനങ്ങളാണ് ആത്യന്തികമായിട്ട് ഏത് നിയമവ്യവസ്ഥയും പരിപാലിപ്പിക്കപ്പെടേണ്ടവര്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് പറഞ്ഞിട്ട് പൂർത്തീകരിക്കാം. അതായത് നമ്മുടെ 85% കുടിയേറ്റ കർഷകർ താമസിക്കുന്നത് വനം ഭൂമിയായിട്ട് സമീപ പ്രദേശങ്ങളിലാണ്. അവർക്ക് ഇനി വനത്തിലേക്ക് നോക്കാൻ പാടില്ല, അതിലെ ഒഴുകുന്ന അരുവികളിൽ പോയി കുളിക്കാൻ പാടില്ല. അങ്ങനെ കുളിച്ചിട്ടുണ്ടെങ്കിൽ 5-6 വർഷം തടവിൽ കിടക്കേണ്ട സാഹചര്യങ്ങൾ, അവരുടെ വളർത്തുമൃഗങ്ങളെ പോയി കുളിപ്പിക്കാൻ പാടില്ല. ഇതൊരു ലോകമാവേണ്ടത് ഇവിടെ ഭൂലോകത്തിൽ എവിടെയായിരിക്കും ഇങ്ങനെ ഒരു നിയമഭേദഗതി കൊണ്ടുവരുന്നുണ്ടോ? നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ഏത് പാർട്ടി ഭരിച്ചാലും അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറയുന്നത് ബഹുമാനപ്പെട്ട AK ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഒരു നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന എടുത്ത് വന്നിരിക്കുന്നത് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. കാരണം ജനങ്ങളോടൊപ്പമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ജനങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് സംസാരിക്കണ്ടേ. അതിന് ഒരു സംശയമില്ല കാര്യമില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി.